ഹരേ കൃഷ്ണ. ആമലകി ഏകാദശി അല്ലെങ്കിൽ രംഗഭരി ഏകാദശി 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ചയാണ് ആമലകി ഏകാദശി വരുന്നത്. ഫാൽഗുന മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ആമലകി ഏകാദശി എന്നറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ആമലകി ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും നെല്ലിമരത്തെ വന്ദിക്കുന്നതും വിശേഷമായി കരുതപ്പെടുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 27 പുലർച്ചെ 12:33 ഏകാദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 27 രാത്രി 10:32 ആണ്. വ്രതം അവസാനിപ്പിക്കേണ്ട സമയം, അതായത് പാരണ സമയം, ഫെബ്രുവരി 28 രാവിലെ 6:47 മുതൽ 9:06 വരെയാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കാനും നെല്ലിമരത്തെ ആരാധിക്കാനും ലഭിക്കുന്ന ഈ സുദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ആമലകി ഏകാദശിയെക്കുറിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ആമലകി എന്നാൽ സംസ്കൃതത്തിൽ നെല്ലിക്ക എന്നാണ് അർത്ഥം. പ്രപഞ്ചോൽപത്തിയും നെല്ലിമരവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താണെന്നല്ലേ? ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ സന്തോഷത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു എന്നും ആ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീണപ്പോഴാണ് നെല്ലിമരം ഉണ്ടായത് എന്നുമാണ് വിശ്വാസം. വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മരമായി നെല്ലിമരത്തെ കണക്കാക്കുന്നു. അതിനാൽ ഈ ഏകാദശി ദിവസം നെല്ലിമരത്തെ പൂജിക്കുന്നത് ഭഗവാനെ നേരിട്ട് പൂജിക്കുന്നതിന് തുല്യമായി കരുതപ്പെടുന്നു. അടുത്ത ഐതിഹ്യം ഇതാണ്. ചൈത്രരഥൻ എന്ന ഒരു രാജാവിൻ്റെ കഥ. പുരാണങ്ങൾ അനുസരിച്ച് പണ്ട് വൈദിശ എന്ന രാജ്യം ഭരിച്ചിരുന്ന ചൈത്രരഥൻ എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ പ്രജകളും വലിയ വിഷ്ണു ഭക്തരായിരുന്നു. ഒരിക്കൽ ആമലകി ഏകാദശി ദിവസം രാജാവും പ്രജകളും നെല്ലിമരത്തിന് ചുവട്ടിൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. അതായത് ജാഗരണം ചെയ്തിരുന്നു. അന്ന് വിശന്നു വലഞ്ഞ ഒരു വേടൻ അവിടെ വരികയും ഭക്തർ ചെയ്യുന്നത് നോക്കി നിന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആമലകി ഏകാദശി വ്രതത്തിൻ്റെ ഭാഗമായതിനാൽ അടുത്ത ജന്മത്തിൽ ആ വേടൻ ഒരു വലിയ രാജാവായി ജനിച്ചു എന്നാണ് കഥ. ആമലകി ഏകാദശി ദിവസം നെല്ലിക്ക കഴിക്കുന്നതും നെല്ലിക്ക ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നതും പുണ്യമായി കരുതപ്പെടുന്നു. നെല്ലിമരത്തിന് ചുവട്ടിൽ വിളക്കു കൊളുത്തിയും പൂജിച്ചും വ്രതം അനുഷ്ഠിക്കുന്നത് സർവ്വ പാപങ്ങളും നീക്കി മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന ഭക്ഷണരീതികളും ചിട്ടകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, മുതിര എന്നിവ ഏകാദശി ദിവസം പൂർണ്ണമായും ഒഴിവാക്കണം. ധാന്യങ്ങളിൽ ഈ ദിവസം പാപപുരുഷൻ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പൂർണ്ണമായി ഉപവസിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും അതിനു സാധിക്കാത്തവർക്ക് പാൽ, പഴങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ കഴിച്ച് വ്രതം നോൽക്കാം. ഉപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതാണ് ഉത്തമം. നിർബന്ധമാണെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാം. എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ആമലകി ഏകാദശി ആയതിനാൽ ഈ ദിവസം ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നത് വളരെ വിശേഷമാണ്. ദശമി ദിവസം മുതൽ വ്രതം തുടങ്ങാം.
അതായത് ഏകാദശിയുടെ തലേ ദിവസം രാത്രി ലഘുഭക്ഷണം കഴിച്ച് വ്രതത്തിന് തയ്യാറെടുക്കാം. ഏകാദശി രാത്രിയിൽ ഉറങ്ങാതെ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം പോലെയുള്ളവ ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ദേഷ്യം, അസൂയ, പരദൂഷണം എന്നിവ ഒഴിവാക്കി മനസ്സ് ശാന്തമാക്കി വെക്കുക. അതായത് മനഃശുദ്ധിയോടെ ഇരിക്കുക എന്നാണ് അർത്ഥം. ദ്വാദശി ദിവസം രാവിലെ തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ ചൊല്ലേണ്ട ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ ചില മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണ എന്ന മന്ത്രവും കഴിയുന്നത്ര തവണ ചൊല്ലാം. പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ മന്ത്രം മനസ്സിന് ശാന്തിയും ഭക്തിയും നൽകാൻ 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം 108 തവണ ജപിക്കുന്നത് ഉത്തമം. അടുത്തത് വിഷ്ണു ഗായത്രി മന്ത്രം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഇതാണ് വിഷ്ണു ഗായത്രി മന്ത്രം. വ്രതസമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പുലർച്ചെ കുളി കഴിഞ്ഞ് ശുദ്ധി വരുത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രങ്ങൾ ജപിക്കാം. കഠിനമായ മന്ത്രങ്ങൾ ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലളിതമായി ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. സമയം കിട്ടുന്നതിനനുസരിച്ച് ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമമോ ഭാഗവതമോ നാരായണീയമോ ഒക്കെ വായിക്കുന്നതും കേൾക്കുന്നതും വ്രതത്തിൻ്റെ ഗുണം വർദ്ധിപ്പിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ചിത്രത്തിന് മുന്നിൽ തുളസിമാലയോ പൂക്കളോ അർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് ഈ ഏകാദശി വ്രതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു, എൻ്റെ പാപങ്ങൾ അകറ്റി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. വീട്ടിൽ നെല്ലിമരമുണ്ടെങ്കിൽ മരത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതും മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം അർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി നെല്ലിമരം ഇല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നെല്ലിക്ക പ്രസാദമായി സമർപ്പിച്ചാലും മതിയാകും. പകൽ സമയം മുഴുവനും ഭഗവാന്റെ നാമങ്ങൾ, നേരത്തെ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. കഴിയുന്നതും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കി മനസ്സ് ശാന്തമാക്കി വെക്കുക. സന്ധ്യാസമയത്ത് വിളക്കു കൊളുത്തി വിഷ്ണു അഷ്ടോത്തരമോ വിഷ്ണു സഹസ്രനാമമോ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യാം. രാത്രിയിൽ കഴിയുന്നത്ര സമയം ഉറക്കമൊഴിഞ്ഞ് ഭഗവത് ചിന്തയിൽ കഴിയുക. പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നതും സാധുക്കൾക്ക് എന്തെങ്കിലും ദാനം നൽകുന്നതും വ്രതഫലം പൂർണ്ണമാക്കാൻ സഹായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.